പ്രിയപ്പെട്ടവരെ, മെസ്സി വരില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയവരുടെ മുന്നിലേക്ക് മെസ്സി വരും എന്ന ഉറപ്പോടുകൂടി പറഞ്ഞതിൽ ഒരാൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആന്റോ അഗസ്റ്റിനാണ്. റിപ്പോർട്ടറിന്റെ മാനേജിംഗ് എഡിറ്ററും റിപ്പോർട്ടർ ഡയറക്ടറുമായ മാനേജിംഗ് എഡിറ്ററായിരുന്ന ആന്റോ അഗസ്റ്റിനാണ്. ആന്റോ അഗസ്റ്റിൻ അന്ന് മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് പല മാധ്യമങ്ങളും ചോദിച്ചു, വരുമോ ഇത് വരില്ലല്ലോ. പക്ഷെ അപ്പോഴെല്ലാം ആന്റോ അഗസ്റ്റിൻ പറഞ്ഞത്, നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങൾക്ക് നേരിട്ട് വിവരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ആ വിമർശനങ്ങളുടെ കുത്തൊഴുക്കായിരുന്നു. എല്ലാ വിമർശനങ്ങളുടെ കുത്തൊഴുക്കും മുറിച്ചു കടന്ന് ആന്റോ അഗസ്റ്റിൻ നമുക്കൊപ്പം ചേരുകയാണ്. ഈ സന്തോഷ വാർത്ത മിനിസ്റ്റർക്കൊപ്പം തന്നെ ആന്റോ അഗസ്റ്റിനും പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നു. ആന്റോ അഗസ്റ്റിൻ, ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു വലിയ സന്തോഷ നിമിഷമാണ്. പ്രത്യേകിച്ച് അങ്ങയെ സംബന്ധിച്ചും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡിനെ സംബന്ധിച്ചും മാനേജ്മെന്റിനെ സംബന്ധിച്ചും. കാരണം ആ നിമിഷങ്ങളിലെല്ലാം കൃത്യമായൊരു ഉത്തരം നമുക്ക് കിട്ടാതെ പോയപ്പോൾ അപ്പോഴും നമ്മൾ ഉറപ്പിച്ചു വിശ്വസിച്ചു, മെസ്സി നമ്മളെ ചതിക്കില്ല, അർജന്റീന നമ്മളെ ചതിക്കില്ല. അർജന്റീനയ്ക്ക് വിവരാവകാശ പ്രകാരം അപേക്ഷ കൊടുത്ത ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് കൗതുകകരമായ കാര്യം. ആന്റോ അഗസ്റ്റിൻ, ഈ നിമിഷം എങ്ങനെയാണ് നമ്മൾ കേരളത്തിലെ ജനങ്ങളുടെ ഈ വാർത്ത അവതരിപ്പിക്കുന്നത്? ആന്റോ അഗസ്റ്റിൻ, എന്താണ് മനസ്സിൽ തോന്നുന്നത്? ശ്രീ ആന്റോ അഗസ്റ്റിൻ. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്ന് പറഞ്ഞൊരു പരസ്യം നമുക്ക് ഓർമ്മയുണ്ടല്ലോ, അതിനേക്കാളും സന്തോഷമുണ്ട് അരുൺ. നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര ടെൻഷൻ അടിച്ചു എന്ന് ചോദിച്ചാൽ വെയിറ്റിൻ്റെ കിലോ ദിവസം ഒരു 1/2 കിലോ വെച്ച് കുറഞ്ഞിട്ടുണ്ടാവും. കാരണം ഒന്നും കൊണ്ടല്ല, എനിക്ക് ഉറപ്പായിരുന്നു വരും എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട്. എനിക്ക് 100% ഉറപ്പായിരുന്നു. മിനിസ്റ്റർക്ക് ഉറപ്പായിരുന്നു, കേരള സർക്കാരിന് ഉറപ്പായിരുന്നു മെസ്സി വരും, അർജന്റീന ടീം വരും എന്നുള്ള കാര്യം. പക്ഷേ അത് വരില്ല എന്ന് നമ്മൾ പോലും വിശ്വസിച്ച അവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ്. നമ്മൾ പോലും ചില പത്രസമയങ്ങളിൽ പതറിപ്പോകുന്നൊരു അവസ്ഥയുണ്ടായി എന്നുള്ളതാണ്. അപ്പം വലിയ ഒരു പ്രചരണം വരില്ല എന്ന് വന്നപ്പോൾ ഇനി എങ്ങാനും വരുമെന്ന് ഉറപ്പുണ്ടായിരുന്നു എനിക്ക് പോലും തോന്നി എന്നുള്ളതാണ്. അപ്പം ദൈവം സഹായിച്ച് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് അത് വിജയിക്കും എന്നുള്ളതാണ്. നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ പറയുമല്ലോ, സ്വപ്നം കാണാൻ പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾക്ക് ഏറ്റവും വലിയ സ്വപ്നം കണ്ടാൽ മാത്രമാണ് ഏറ്റവും ചെറുതെങ്കിലും നമുക്ക് നടപ്പിലാക്കാൻ കഴിയുള്ളൂ. വലിയ രീതിയിൽ സ്വപ്നം കാണുന്ന ഒരാളാണ് ഞാൻ കാണുന്ന സ്വപ്നങ്ങൾ ഒരു പരിധിവരെ നടക്കാറുണ്ട് എന്നുള്ളതാണ് എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ളത് എല്ലാ കാര്യങ്ങളിലും. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള ദിവസമാണ്. വലിയ സന്തോഷം എന്നുള്ള കാര്യം എനിക്ക് വരുമെന്നുള്ള കാര്യം 2-3 ദിവസം മുന്നേ തന്നെ അറിയാം. പക്ഷേ ഞാൻ ഔദ്യോഗികം പറഞ്ഞാൽ വിശ്വസിക്കാത്ത അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ സർക്കാർ ഔദ്യോഗികമായി പറഞ്ഞാൽ പോലും വിശ്വസിക്കാത്ത അവസ്ഥയിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ കൊണ്ട് ഇത് എത്തിച്ചു എന്നുള്ളതാണ്. അബ്ദുറഹ്മാൻ മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഇവിടുന്ന് അർജന്റീനയ്ക്ക് വിവരാവകാശം അയക്കുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട് കേരളത്തിലെ മാധ്യമപ്രവർത്തനം എന്നുള്ളതാണ്. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല കേട്ടോ. ചിലപ്പോൾ അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. മിനിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിൽ കേരളത്തിലെ സ്പോർട്സിന് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും, ടൂറിസത്തിന് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും എന്നൊരു കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. നമ്മൾ ഈ ഉദ്യമം ഏറ്റെടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ലക്ഷ്യം അത് തന്നെയായിരുന്നു. നമ്മുടെ നാട് വളരണം, നമ്മുടെ നാട് സ്പോർട്സിൽ മുന്നോട്ട് വരണം, നമ്മുടെ നാട് ടൂറിസത്തിൽ മുന്നോട്ട് വരണം, നമ്മുടെ ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവണം, നമ്മുടെ നാട് ലോക ഭൂപടത്തിൽ അറിയപ്പെടണം. എങ്ങനെ ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്താം എന്നുള്ള ഒരു വലിയ കാര്യം. ഇതുപോലെ ഒരു ഇവൻറ്റ് ചിലപ്പം അടുത്ത കാലത്തൊന്നും നടന്നിട്ടുണ്ടാവില്ല, ഇന്ത്യയിൽ നടന്നിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചു. ഇത്രയും ആരാധകരുള്ള ഒരാൾ ലോകത്ത് തന്നെ വളരെ കുറവാണ്. അത്രയും ആരാധകരുള്ള ഒരാളെ ഒരു സ്ഥലത്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ ശ്രമിച്ച് നടന്നില്ലെങ്കിൽ ശരി, നടന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അവസാന നിമിഷം വരെ നമ്മൾ ശ്രമിക്കും എന്നുള്ളതാണ്. ശ്രമിച്ചു, അത് വിജയിച്ചു. ഔദ്യോഗികമായി AFA തന്നെ അറിയിക്കുന്നു, മെസ്സി അടക്കമുള്ള അർജന്റീന ടീം 2022 ലോകകപ്പ് കിട്ടിയ അർജന്റീന ടീം കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. വലിയ സന്തോഷമാണ് അവരോട്. കാരണം എങ്ങനെ അത് പറഞ്ഞറിയിക്കണമെന്ന് അറിയില്ല. കാരണം ഇവിടുത്തെയും അവിടുത്തെ സമയം സോൺ തമ്മിൽ വലിയ വ്യത്യാസം. ഇവിടെ രാത്രിയാകുമ്പോൾ അവിടെ പകലാണ്, അവിടെ പകലാകുമ്പോൾ ഇവിടെ രാത്രിയാണ്. അപ്പോൾ കുറേ ദിവസങ്ങളിലായിട്ട് ഞാൻ, ചെയർമാൻ റോജി അഗസ്റ്റിൻ സാറ്, പിന്നെ എൻ്റെ രണ്ടാമത്തെ ബ്രദർ ജോസൂട്ടി സാറ്, മിനിസ്ട്രിയിലുള്ള ആൾക്കാർ ഒരു 70% ആൾക്കാർ, പിന്നെ ഗവൺമെൻറ്റിൻ്റെ ആൾക്കാരൊക്കെ രാത്രി ഉറങ്ങാതിരിക്കുകയാണ്. ഇവരോട് ഡിസ്കഷൻ മുഴുവൻ രാത്രിയാണ്. അപ്പോൾ ഇന്നലെ രാത്രി എനിക്ക് തോന്നുന്നൊരു വെളുപ്പിന് ഒരു 3-3:30 ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നത്. അപ്പോൾ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. പിന്നെ ഞാൻ നേരെ ഓഫീസിലേക്ക് വന്നു. കാരണം ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം നമുക്ക് തന്നെ അറിയാത്ത ഒരു വലിയൊരു ആകാംക്ഷയും വലിയൊരു ഒരു ആവേശമൊക്കെ കൂടെ കയറിയതാണ്. വളരെ സന്തോഷം വരും. ഈ ആന്റോ അഗസ്റ്റിൻ, ഇനിയിപ്പോൾ പ്രേക്ഷകരുടെ സംശയം ഇത് കളി എവിടെ വെച്ചാണ് എന്നുള്ളതാണ്. അത് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ്. അവിടെ മിനിസ്റ്റർ പറഞ്ഞതുപോലെ സീറ്റിന് പരിമിതികളുണ്ട്. പക്ഷേ എങ്കിലും എല്ലാ മെസ്സിയെ കാണാൻ ആഗ്രഹിക്കുന്ന കായിക പ്രേമികൾക്കും നമ്മൾ അവരെ നിരാശപ്പെടുത്താത്ത വിധത്തിലുള്ള അറേഞ്ച്മെൻറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ ആന്റോ അഗസ്റ്റിൻ?
ഒരിക്കലും ഒരാളെ പോലും നിരാശപ്പെടുത്തില്ല. എല്ലാവരെയും മെസ്സിനെ കാണാനുള്ള സാഹചര്യം ഒരുക്കും. എത്ര പേർക്ക് കളിയെ കാണാൻ കഴിയും എന്നുള്ള കാര്യം അറിയില്ല, കാരണം അവിടുത്തെ ലിമിറ്റ് നമുക്ക് അറിയാവുന്ന കാര്യമേ ഉള്ളൂ. എത്ര സീറ്റ് നമുക്ക് അവിടെ ഉണ്ടാവും എന്നുള്ള ഒരു സ്റ്റേഡിയത്തിൻ്റെ ഒരു മാക്സിമം കപ്പാസിറ്റി നമുക്കറിയാം. പക്ഷേ മെസ്സിനെ കാണാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കും. അത് നമ്മൾ പറഞ്ഞ വാക്കാണ്. ആ വാക്ക് മാക്സിമം പാലിക്കും. ഗവൺമെൻറ് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യും എന്നുള്ളതാണ്. ഞാൻ പിണറായി വിജയൻ സർക്കാരിൻ്റെ കീഴിൽ ഇത് നല്ല രീതിയിൽ നടത്താൻ കഴിയുമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. കാരണം അതിനൊരു പവർ വേണം. നമ്മൾ ഇതുപോലെ ഒരു അർജൻറ്റീന ടീമിനായിട്ട് പോയി സംസാരിച്ച് ഫൈനലൈസ് ചെയ്യാൻ ഒരു മിനിസ്റ്ററോട് പറയണമെങ്കിൽ അതിന് വേറെ ഒരു ലെവലിൽ തൻ്റെ ഇടം തന്നെ വേണം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് പിണറായി വിജയൻ സർക്കാരിനുണ്ട്, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കുണ്ട്. ഈ അബ്ദുറഹ്മാൻ മിനിസ്റ്ററെ എത്ര പറഞ്ഞാലും മതിയാവില്ല കേട്ടോ അരുൺ. കാരണം എന്താ അറിയോ, അദ്ദേഹം ഏറ്റ പഴികൾക്ക് ഒരു കണക്കുമില്ല. നമ്മൾ ചിലപ്പം ഒരു കമ്പനിയാണ്, ഒരു കമ്പനീൻ്റെ MD ആയിരിക്കാം ഞാൻ, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേറെ ടെൻഷൻസ് ഒന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. പക്ഷെ ഒരു മിനിസ്റ്റർ എന്ന് പറയുന്നത് എന്താ പറയുക, ആ പോസ്റ്റിലിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ഇതുപോലെ റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇന്ത്യയിലെ ഒരു മിനിസ്റ്ററും അങ്ങനെ ഒരു റിസ്ക് എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത്രയധികം റിസ്ക് അദ്ദേഹം എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അത്രയും പഴി കേട്ടതും. ഏതെങ്കിലും കാരണവശാൽ ഇത്ര എഫേർട്ട് എടുത്തിട്ട് മെസ്സി വന്നില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കാരണം ഇതുപോലെയുള്ള തൻ്റെ ഇടമുള്ള മന്ത്രിമാരും എന്താണ് മുഖ്യമന്ത്രിമാരൊക്കെ വേണം എന്നുള്ളതാണ്. കേന്ദ്രത്തിൻ്റെ പെർമിഷൻസ് എല്ലാം വാങ്ങി, സർക്കാരാണ് വാങ്ങിയത്. RBIയുടെ പെർമിഷൻ വാങ്ങി, പണം അയക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളെല്ലാം നേരിട്ട് കണ്ട ആൾക്കാരാണ് ഞങ്ങൾ. കാരണം പണം ഇല്ലാത്തതുകൊണ്ടല്ല, അയക്കാനുള്ള ബുദ്ധിമുട്ടുകളല്ല. അത്രയധികം ഡോക്യുമെൻറ്റുകളൊക്കെ വാങ്ങി, അത്രയധികം എഫേർട്ട് ഗവൺമെൻറ് ഭാഗത്ത് എടുത്തിട്ടുണ്ട്. ചില്ലറ എഫേർട്ടല്ല, നമ്മളെടുത്ത് അത്ര തന്നെ എടുത്തിട്ടുണ്ട്, അതിൽ കൂടുതലും എടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അബ്ദുറഹ്മാൻ മിനിസ്റ്ററെയും ഗവൺമെൻറ്റിനെയും സ്പോർട്സ് മിനിസ്ട്രിയിലെയും അതുപോലെ സ്പോർട്സ് കൗൺസിലിൻ്റെ ആൾക്കാരെയൊക്കെ, പിന്നെ വേറൊരു കാര്യം, വരില്ല എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ കൂടെ നിന്ന ആൾക്കാരുണ്ടല്ലോ. ഓരോ ദിവസം രാത്രി വരില്ലേ എന്ന് ചോദിച്ച് നമ്മളെ വിളിക്കുമ്പോൾ 100% വരും, നീ ടെൻഷൻ ആവണ്ട, അത് നമുക്ക് വരാം, നിങ്ങൾ ഒരു കാര്യത്തിന് ഇറങ്ങി അത് വിജയിക്കുമെന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. എൻ്റെ മറ്റുള്ള ബിസിനസ്സിലൊക്കെ പാർട്ണറാണ് ഗോകുലം ഗ്രൂപ്പ്, ഗോപാലേട്ടനൊക്കെ രാത്രി വിളിച്ചെന്നോട് പറയും, ആരുടെ ടെൻഷൻ വേണ്ട, നമ്മൾ ഒരു സാധനത്തിൽ ഇറങ്ങിയില്ലേ അത് വിജയിക്കും. ഗോപാലേട്ടനും കൂടെ എൻ്റെ കൂടെയുണ്ട്. അപ്പം അത്രയധികം സ്നേഹത്തോടു കൂടി നമ്മുടെ കൈത്താങ്ങായി നിന്ന ആൾക്കാരുണ്ട്. ഇത് പണം മാത്രം പോരല്ലോ, ഇതിൻ്റെ ഒരു പവറിന് വേണ്ടിയിട്ട് പണം മാത്രം പോരാ. നമുക്ക് എല്ലാം പണം കൊടുത്ത് വാങ്ങാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ പണം കൊടുത്താൽ കിട്ടാത്ത കാര്യങ്ങൾ ലോകത്തുണ്ട്. ആ സാധനങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് ലോകത്തിന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അടുത്ത കാലത്തൊന്നും ലോകകപ്പ് ഇന്ത്യയിൽ കളിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ലോകകപ്പ് കളിക്കാൻ കഴിയുന്ന കാലം ഉണ്ടാവും. അതിൽ റിപ്പോർട്ടർ TVയുടെ പങ്കും ഉണ്ടാവും എന്നുള്ളതാണ് അതിൽ ഏറ്റവും സന്തോഷകരമായ കാര്യം.